ഒരുപാട് ഏരിയ വേണ്ടേ? ഇതിപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ. ഉണ്ട്, സ്പേസ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. സുഖമാണ്. ഇപ്പോൾ ഓണൊക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. മറ്റുള്ള കാര്യങ്ങൾ വെക്കാം, അവിടെ വെക്കാം. ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെ? ഇത് CNG ആണ് വണ്ടി. പിന്നെ പെട്രോൾ ഉണ്ട്. പിന്നെ രണ്ടും മിക്സ് ആയിട്ടാ? അപ്പൊ എങ്ങനെ? ഇത് സ്റ്റാർട്ടിങ് പെട്രോളില്, പിന്നെ CNG കഴിഞ്ഞാൽ പെട്രോളിലേക്ക് ചാടും. വണ്ടി ഓഫ് ആവൊന്നുമില്ല. പിന്നെ വൈക്ക നിൽക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിൽ പെട്രോൾ ആണോ? സ്റ്റാർട്ടിങ്ങിൽ പെട്രോളാണ്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് CNGക്ക് ചാടും. പെട്രോൾ മസ്റ്റ് ആണ് അതിലുണ്ടാവും. പെട്രോൾ മസ്റ്റ് ഉണ്ട്. ബാക്കി CNG എങ്ങനെ മൈലേജ് കാര്യങ്ങളൊക്കെ? മൈലേജ് 25 കിലോമീറ്റർ മൈലേജ് കിട്ടും CNG. പെട്രോൾ ഒരു 20 കിട്ടും. പെട്രോൾ കൊണ്ട് 10-15 കിലോമീറ്ററിന് ടാങ്ക്. പിന്നെ CNG ഫുൾ ടാങ്ക് 8 kg. CNG നമ്മളെ എല്ലാ പമ്പ് കാര്യങ്ങളിലൊക്കെ കിട്ടുമോ? ചില പമ്പുകളിലൊക്കെ ഉണ്ട്. ഇപ്പൊ മിക്കവാറും പമ്പുകളിൽ വരുന്നുണ്ട്. അത് ഫില്ല് ചെയ്യാൻ ടൈം എടുക്കും? ഇല്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് ഫില്ലപ്പ് ആവും, ഫുള്ളാവും. അടിക്കാനൊന്നും അധികം ടൈമൊന്നുമില്ല. ഇത് ഫുൾ ടാങ്ക് എത്ര രൂപ ഏകദേശം വരും? ഇതിപ്പോ ഫുൾ ടാങ്ക് അടക്കുകയാണെങ്കിൽ ഒരു 650 റുപ്യ. 650 റുപ്യക്ക് നമുക്ക് CNG ടാങ്ക് ഫുള്ളായി. അത് വെച്ച് നമുക്ക് എത്ര കിലോമീറ്റർ ഏകദേശം? 200 കിലോമീറ്റർ ഓടാം. 200 കിലോമീറ്റർ ഓടാം. അപ്പോൾ പെട്രോളിനൊക്കെ ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. യാത്രയ്ക്കും സുഖമാണ്. യാത്ര സുഖമാണ്. സൗണ്ട് ഇല്ല, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നം, മലിനീകരണം ഇല്ല എന്നുള്ളത് അതിന്റെ പ്രത്യേകത അല്ലേ? ഇപ്പൊ വരുന്ന വണ്ടികളൊക്കെ ഗ്യാസ്, കറണ്ട് അങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ് വരുന്നത്. ഇപ്പൊ ഡീസലിന്റെ വണ്ടി കമ്പനി ഇറക്കണില്ലാന്നാ പറയുന്നവര്. ആദ്യം ഇരട്ടിക്കൊക്കെ ഡീസൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഡീസൽ ഇല്ല. ഈ മൈലേജ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് തന്നെ. ഇപ്പൊ എറണാകുളം പോയി വരാണെങ്കിൽ ആകെ 1300 റുപ്യയുടെ CNG അടിച്ചാൽ മതി. എറണാകുളം എയർപോർട്ടൊക്കെ പോയി വരാം. സുഖമാണ്. എന്താണ് അലവിയിലൊക്കെ വരുന്ന ഇരട്ടിക്ക ഉണ്ട്. ടൂർ MM എന്ന് പറഞ്ഞ വണ്ടിയാണ്. ടൂർ M. വണ്ടി ഇറക്കിയതാണ്. കുഴപ്പമില്ലാന്ന് എല്ലാരും പറയുന്നു. പിന്നെ ഇപ്പൊ നമ്മള് പല ട്രിപ്പും പോയി, ആൾക്കാർക്ക് യാതൊരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. പിന്നെ എയർപോർട്ടിൽ പോയി, എറണാകുളം, പിന്നെ കൊല്ലം ഇവിടെയൊക്കെ പോയി വന്നു. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞ്. ആർക്കും ആവശ്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കാം. നമ്മളെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എവിടേക്ക് വേണമെങ്കിലും ഏത് ട്രിപ്പാണെങ്കിലും നമ്മൾ പോവും. അപ്പോൾ നിങ്ങളിപ്പോൾ ടാക്സി ഒക്കെ നിങ്ങളുണ്ട്, ചിലപ്പോൾ എല്ലാവർക്കും വണ്ടികളുണ്ടല്ലോ. എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ വീട്ടുകളിലൊക്കെ വണ്ടി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ലോങ് പോകാൻ പേടിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷീണം കാര്യങ്ങൾ. ഡ്രൈവിങ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ലോങ് പോകാൻ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഡ്രൈവറായി പോകാൻ പറ്റുമോ? ഡ്രൈവറായിട്ട് നമ്മൾ പോകലുണ്ടല്ലോ. ഡ്രൈവറായിട്ട് പോകും, വിളിച്ചാൽ ആര് വിളിച്ചാലും ഉണ്ട്. പ്രൈവറ്റ് വണ്ടി അവരെ വീട്ടിലെ വണ്ടിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ പോകും. അത് ആര് വിളിച്ചാലും പോകലുണ്ട്. ഇപ്പൊ മങ്കേരിയുള്ള ആൾക്കാർ വിളിച്ചിട്ട് പോകലുണ്ട്. സർഫു, അതേമാതിരി ജാഫറാക്കാന്റെ വണ്ടി, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ വണ്ടിയിൽ ഞാൻ ഡ്രൈവറായിട്ടും പോകലുണ്ട്. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ആർക്കും വേണേലും വിളിക്കാം.